ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സഫാൻ വ്ളോഗ്. ഞാൻ വന്നിട്ടുള്ളത് സേമിയയും പാൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം സേമിയയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വറുത്ത സേമിയയും വറുക്കാത്ത സേമിയയും എടുക്കാം. എന്താണെങ്കിലും ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് നമ്മൾ വറുത്ത സേമിയാണ് വാങ്ങുന്നതെങ്കിൽ പോലും ഇത് ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. സേമിയ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യിലും ഇത് ചെയ്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വല്ലാതെ അങ്ങോട്ട് ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട. അതിൻ്റെ ഒരു പച്ചച്ചവ ഒന്ന് മാറി കിട്ടുമ്പോഴും ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാകും. ഇത് ഒരിക്കലും നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. ഈ ഒരു കളറായി വരുമ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ സേമിയ വറുത്തെടുത്ത പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ ഒന്ന് വറുത്തെടുക്കണം. അവിൽ ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല, അത് തീർത്തും സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതുകൂടെ ഒന്ന് ഇതുപോലെ ഒരു ചെറിയ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മളിങ്ങനെ തേങ്ങയും അവിലൊക്കെ അതുപോലെ വറുത്ത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മളുണ്ടാക്കുന്ന പലഹാരത്തിന് അത് പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇത് 1 ലിറ്റർ പാലിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതായത് ഒരു 100 ഗ്രാം സേമിയത്തിലേക്ക് 1 ലിറ്റർ പാല് എന്നുള്ള ആ ഒരു അളവിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ പാലിൽ നിന്നും കുറച്ച് പാല് ഇതുപോലെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഈ മിശ്രിതത്തിലേക്ക് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് പാലോടെ ബാക്കി വെച്ചിട്ടുണ്ട്. അതത് ചെയ്തെടുക്കുമ്പോൾ ആവശ്യം വരികയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിനു വേണ്ടിയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഈ പാലിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ നമുക്ക് ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. കോൺഫ്ലവർ പൗഡറൊക്കെ വെന്ത് വരുമ്പോൾ അത് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ വറുത്തെടുത്ത സേമിയൊക്കെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വേവിച്ചെടുക്കാനൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ നല്ല കുറുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരയും ഇതുപോലെ തന്നെ നമുക്ക് എത്രമാത്രം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പാല് കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ പഞ്ചസാരയ്ക്കെതിരെ നന്നായിട്ടൊന്ന് ലയിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തിക്കായി വരും. ഇത് അത്യാവശ്യം ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇനി കൂടുതൽ സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പാനിൽ നിന്ന് ഇതുപോലെ ഒന്ന് വിട്ട് കിട്ടുന്നത് ഇതുപോലുള്ള നല്ല തിക്കായി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്കാണ് ഇനി ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ കുറച്ച് നന്നായിട്ട് ഓയിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ സേമിയ മിക്സ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ചട്ടകം കൊണ്ടോ അല്ലെങ്കിൽ പാച്ചില വെച്ചിട്ടോ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം.
ഈ സമയം നമ്മളിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൽ വല്ല ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ നടുഭാഗത്തായിട്ട് ഞാൻ കുറച്ച് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വറുത്തെടുത്തിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്നും കുറച്ച് എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നട്ട്സ്, വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന അവിൽ എന്നിവയൊക്കെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പാൽപ്പമായിട്ട് ഞാനിത് എല്ലാം കൂടെ ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് വേർപെടുത്തിയതിന് ശേഷം നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മറിച്ചിട്ടെടുത്ത് ഒന്ന് മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് തട്ടിക്കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ റെസിപ്പി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതിലേറെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.